hello, welcome back to our channel Adi's World. ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് വ്ലോഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. സോ അതിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇടാൻ പോകുന്നത്. സോ ഭയങ്കര ഡോംബോലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഉടുപ്പും കാര്യങ്ങളും ഒക്കെ മേടിച്ചത്. സോ അതിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇട്ടേക്കുന്നത്. എല്ലാവരും വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഡോംബോലി എന്ന് പറയുന്ന സ്ഥലം. അപ്പം നമ്മൾ നടന്നു പോകുന്ന ദൂരമുള്ളൂ. അപ്പം നമ്മൾ നടക്കുന്നത് നല്ലതല്ല ആരോഗ്യത്തിന്, നടക്കുക അപ്പം നല്ലോണം. അപ്പം ഇതാണ് ഗണപതി അമ്പലം. ഒരു ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതി അമ്പലമാണ്. ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം മിക്ക അമ്പലം അടച്ചിട്ടേക്കാണ്. അതുകൂടാതെ നേരെ കാണുന്നതാണ് പാനിപ്പൂരിയുടെ സ്റ്റോള്. പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനെ ഫുൾ ആ ലൈനേ അത് തന്നെയായിരുന്നു. പക്ഷേ ഈ കൊറോണയൊക്കെ കാരണം അതും അടച്ചിട്ടേക്കാണ്. ഏകദേശം എണ്ണാവുന്ന ആൾക്കാരെ അതും രാത്രി അല്ലെങ്കിൽ പകലിലെ കാണത്തുള്ളൂ അവർ. അപ്പോൾ നമ്മൾ ഇതാണ് ഡോംബോലി പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ രക്ഷാബന്ധനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഷോപ്പിംഗ് ഇതൊക്കെയാണ് ഇവിടെ കാണാമല്ലോ. ഉടുപ്പുകളൊക്കെ ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ തന്നെ. ഉടുപ്പുകളുടെ ഭയങ്കര കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉടുപ്പുകൾ കിട്ടും. ഇപ്പം നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പം ആവശ്യത്തിന് ഉണ്ട് തിരക്ക്. രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അപ്പം അതിൻ്റെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ആയതുകൊണ്ടാവാം ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ കണ്ടത് പൂച്ചട്ടിയൊക്കെ, മുല്ലപ്പൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുട്പാത്തിൽ ഉള്ള ഡ്രസ്സസ്സാണ് ഇതെല്ലാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള കമ്മലില്ലേ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ കമ്മൽ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷം അല്ലേ. അപ്പം ചിന്നു ഉടുപ്പ് നോക്കുകയാണ്. ചിന്നു ഒരു ഉടുപ്പ് കട കണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പ് നോക്കുക. നല്ല വെറൈറ്റീസ് ഓഫ് ഉള്ള ഉടുപ്പുകളുണ്ട്, ടോപ്സ് ഉണ്ട്. അപ്പം ഇതാ ചിന്നുവിന് ഏകദേശം ഈ കളർ ഇഷ്ടപ്പെട്ടത്. നോക്കുക. അപ്പം ഇതിന് മുന്നേ നീല എന്ന് പറയുന്ന ഒരു കളർ കണ്ട് ചിന്നുവിന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പിന്നെ വേറെ ഓപ്ഷൻ നോക്കത്തില്ല. അങ്ങനെ ചിന്നുവിന് ഈ ഉടുപ്പ് കണ്ടപ്പോൾ മുതൽ ചിന്നു കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ചിന്നു പിടിച്ച് വെച്ചേക്ക് തന്നെയാണ്. മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിന്നുവിന് പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പം ഇത് വേറെ അപ്പുറത്തെ സൈഡിലുള്ള ടോപ്പാണ്. വെറും 150-250 രൂപയൊക്കെ ഉള്ളു. ഇത് പ്ലാസോസ് ആണ് കേട്ടോ. ഇത് നമുക്ക് സുഖമാണ്, ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ലൂസാണ്. ഇത് മാല, കമ്മലുകൾ ഒക്കെ ഉള്ള ഒരു ഫുട്പാത്തിൽ തന്നെ വിലക്കുറവിന് തന്നെ 100-150 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇത് മാക്സിയുടെ കടയാണ് കേട്ടോ. ഇഷ്ടം പോലെ മാക്സികളുണ്ട്. ഇവിടെ നിന്ന് അമ്മ മാക്സിയൊക്കെ എടുത്തായിരുന്നു. ഇഷ്ടം പോലെ മാക്സികളും ഒക്കെ ഉണ്ട്. മാക്സി നല്ല കോട്ടൻ്റെ മാക്സി തന്നെയാണ്. അപ്പോൾ ഇച്ചിരൂടെ മാറിയതേണ്ടി ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ്. അതെല്ലാവരും വെള്ള കളറിലെ ടോപ്പൊക്കെ. ഇത് ടോപ്പുകളുടെ കടയാണ്. ഇത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സൺഗ്ലാസസ്. അപ്പോൾ ഇവിടെ ഫുട്പാത്തിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന സൺഗ്ലാസസ് ലാഭത്തിനുള്ളത്. അപ്പം ഞാനൊരു കടയിൽ കയറി, ഞാൻ ടോപ്പ് തപ്പാൻ വേണ്ടി കയറിയതാണ്. എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിൽ പിടിക്കാൻ ഭയങ്കര താമസമാണ്. ഒത്തിരി നോക്കി നിന്നുകൊണ്ടിരിക്കണം. ഒന്നും മനസ്സിലങ്ങ് പെട്ടെന്ന് പിടിക്കത്തില്ല എനിക്ക്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഉടുപ്പുകളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ രക്ഷാബന്ധൻ്റെ രാഖിയും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേഷന്. അപ്പോൾ അടുത്ത ഉടുപ്പ് കടയിൽ ഞാൻ കയറി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേ കടയിലൊക്കെ കയറി ലാസ്റ്റ് എനിക്ക് തന്നെ ഒരു ഉടുപ്പ് കിട്ടി. അങ്ങനെ ഉടുപ്പൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കാണുന്നുണ്ട്, ഏത് ഡ്രസ്സ് എടുത്തെന്ന്. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോയിൽ തന്നെ. ഈ ഡ്രസ്സാണ് ചിന്നു എടുത്ത ഡ്രസ്സാണ്. നല്ലൊരു ഡ്രസ്സില്ലേ, നല്ലൊരു ബ്ലൂ
ഷെയ്ഡ്, നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡിന്. ഇത് ട്രെൻഡിങ് കളറാണല്ലോ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ്. ഷിംലി ഇതുപോലത്തെ ലൈറ്റ് കളർ എടുത്ത് നല്ലൊരു ടോപ്പാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ടോപ്പാണ്. ഇതിന് തന്നെ നെക്കിന്റെ ഇവിടെ ഫ്രിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിനകത്ത്. പിന്നെ നെക്കിന്റെ ഇവിടെ രണ്ട് ബട്ടൺസ് വെച്ചിട്ടുണ്ട്, അവിടെ ഫ്രിൽസും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ടോപ്പ്, ഫുൾ പാക്ക് ആയിരിക്കും ഈ ഭാഗമെല്ലാം. നല്ലൊരു ടോപ്പാണ്. അതുകൂടാതെ എൻ്റെ ഇപ്പുറത്ത് കണ്ടോ, അടിയിൽ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ നല്ലൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കയ്യിൽ ഇതുപോലെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് തന്നെ ഇവര് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നല്ലൊരു ഡ്രസ്സാണ്, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏത് ഡ്രസ്സാണെങ്കിൽ ഞാൻ കുറെ കടയിൽ കയറിയിട്ട് ലാസ്റ്റ് എനിക്ക് ഓർമ്മയിട്ട് ഇഷ്ടപ്പെട്ടതാണ്. രണ്ടടായി ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ്. എല്ലാവരും ഓർക്കുന്നുണ്ടോ ഈ ഡ്രസ്സാണോ നീ എടുത്തേക്കുന്നതെന്ന്? ഇതില്ല, ഇതിന്റെ മേലിൽ ഒരു സ്ട്രഗ് ഉണ്ട്. ഇത് ഇങ്ങനെ സ്ട്രഗ് ഉണ്ട്. ഇതിട്ടിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ സ്ട്രഗ് കൂടെ ഇടണം. ഈ സ്ട്രഗിന്റെ ഇവിടെ തന്നെ സ്ട്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൈയൊക്കെ തന്നെ ഇങ്ങനെ നല്ലൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കാം. അപ്പൊ ഇങ്ങനെ കൈയാണ്. അതുകൂടാതെ കോളറുള്ള കൈത്താണ്. ഇത് നമുക്കിവിടെ കെട്ടാം. ഇങ്ങനെ ഇപ്പത്തെ ട്രെൻഡിങ് ആണ് ഇങ്ങനെ കെട്ടി ഉള്ള ടോപ്സ്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗാണിത്. ഞാൻ സ്ട്രഗിന്റെ കൂടെ തന്നെ ഇതാണ് സ്ട്രഗ്. ഈ സ്ട്രഗ് എല്ലാത്തിൻ്റെ കൂടെ ചേരുത്. ഇതിന്റെ കൂടെ ചേരുന്ന ഇത് സ്ട്രഗാ. ഇങ്ങനെ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഈ സ്ട്രഗ് ഇങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രഗ് ഇടേണ്ടത് ഇതിന്റെ. അത് കൂടാതെ ഇതാണ് ക്രോപ്പ് ടോപ്പ്. ഇതാണ് എന്റെ ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ചുളുങ്ങി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. അതോടെ കൈ ഇങ്ങനെ സിമ്പിൾ ഒരു കൈ, അടിയിൽ തന്നെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ല രസമുണ്ട്. കണ്ട, ഞാൻ പുറകെ കാണിച്ചു. അടിയിൽ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ, എനിക്ക് കളർ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത് ഏതിന്റെ കൂടെ ഇടാം. കണ്ടോ, നല്ല രസമാണ്. ഏതിന്റെ കൂടെ ഇടാം. അപ്പം ഈ രണ്ട് ടോപ്പ്, പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഒരു ടോപ്പ് ഇട്ടിട്ടില്ലേ, ആ ടോപ്പും കൂടി ഇതിന്റെ കൂടെ തന്നെ എടുത്തതാണ്. അത് നല്ല തുണിയാണ് കേട്ടോ. അതിന്റെ നല്ല പ്യുവർ കോട്ടൺ തുണിയാണ്. ഇങ്ങനെ ഈ രണ്ട് ഉടുപ്പുകളാണ് എടുത്തത്, ഞങ്ങൾ എടുത്തത്. പിന്നെ അല്ലാതെ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ രണ്ട് ഡ്രസ്സസ് ആണ് എടുത്തത്. പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ എടുത്തിട്ട് ഡ്രസ്സും കൂടെയാണ് എടുത്തത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ട് കഴിയുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. അവരോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോസുമായി അടുത്ത് വരുന്നവരെ ബൈ ഫ്രം ആദീസ് വേൾഡ്.